റഷ്യൻ എണ്ണ വാങ്ങുന്നത് യൂറോപ്പ് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടും അതിൽ നിന്ന് പിന്മാറാതെ ഹംഗറി. റഷ്യൻ എണ്ണയോ വാതക സ്രോതസ്സുകളോ ഇല്ലാതെ രാജ്യത്തിന് ഇന്ധന ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് UN പൊതുസഭയുടെ 80ാമത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നൽകിയ അഭിമുഖത്തിൽ ഹംഗേറിയൻ വിദേശകാര്യമന്ത്രി പീറ്റർ സുജാറ്റോ പറഞ്ഞു. ട്രംപിന്റെ സമീപനം തനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹംഗറിയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള MOL ഗ്രൂപ്പ് ഡ്രോഷ്ബ പൈപ്പ് ലൈൻ വഴി പ്രതിവർഷം 50 ലക്ഷം ടൺ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഹംഗറിയിലെയും സ്ലൊവാക്യയിലെയും ശുദ്ധീകരണശാലകൾക്ക് ഈ അസംസ്കൃത എണ്ണ നൽകുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി നിർത്തലാക്കാനുള്ള ആഹ്വാനങ്ങളെ ഈ രണ്ടു രാജ്യങ്ങളും കടുത്ത രീതിയിലാണ് പ്രതിരോധിക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ യൂറോപ്യൻ നേതാക്കളും ഹംഗറിയെയും സ്ലൊവാക്യയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഇടത്തുനിന്ന് മാത്രമേ അത് വാങ്ങാൻ കഴിയൂ. ഭൗതികമായ അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ എണ്ണയല്ലാതെ രാജ്യത്തിന്റെ സുരക്ഷിതമായ ഇന്ധന വിതരണം ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണെന്നും സുജാറ്റോ വ്യക്തമാക്കി. റഷ്യയുടെ ഊർജ്ജ വിതരണ ശൃംഖലയിൽ നിന്ന് നാറ്റോ പിന്മാറണമെന്ന വ്യവസ്ഥയുടെ ഭാഗമായി ട്രംപ് റഷ്യക്കെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് സുജാറ്റോയുടെ പരാമർശം.